പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിൽ നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വന്ന ചിന്തകളുടെ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ച ചിന്തകളുടെ അവസാന എപ്പിസോഡിലോട്ട് വന്നിരിക്കുക. ഓക്കെ, ആ വാക്യം ഇങ്ങനെയാണ്. 16-ാം വാക്യം, 28-16. റോമയിൽ എത്തിയ ശേഷം, റോമയിൽ എത്തിയ ശേഷം, റോമയിൽ എത്തിയ ശേഷം. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് അടുത്ത മെലീത്തയിൽ നടന്ന അടുത്തൊരു ചിന്തയും കൂടെ നമ്മൾ ചിന്തിക്കാൻ പോവാം. 7-ാം വാക്യം, ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണി ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോട് അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. നോക്കിയേ, ഇന്നലെ എന്തോ നമ്മൾ ചിന്തിച്ചേ? ജനം വിറക, വചനം തീയ, ഇല്ലേ? ഇപ്പോൾ അതിനുള്ളൊരു മുഖാന്തരം ഒരുങ്ങി വന്നിരിക്കുക. ആ ദ്വീപിൻ്റെ പ്രമാണി, ഒന്നുകൂടെ പറഞ്ഞാൽ ഗവർണർ എന്നൊക്കെ പറയാം, അവൻ്റെ വീട്ടിനകത്തോട്ടൊരു തടവ് പുള്ളിക്ക് കയറണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി ഇല്ലാതെ പറ്റുമോ? ദൈവത്തിൻ്റെ ഫേവർ ഇല്ലാതെ പറ്റുമോ? ഇതാ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എടാ, അണലിയെ നീ കുടഞ്ഞു കളഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുക. നീ ആരാണെന്ന് വെളിപ്പെടുത്താനാണ് നിന്നെ മെലീത്തയെ കൊണ്ടുവന്നത്. നിന്റെ കൂടെയുള്ള 275 എണ്ണം പറയുന്ന നീ തടവുള്ളിയാണെന്ന് അല്ല. നീ എൻ്റെ മകനാ, നീ എൻ്റെ പൈതലാ, വാക്തത്വം പേറി നടക്കുന്നവനാ. നിന്റെ ഒരു ആഗ്രഹത്തെ ഞാൻ വാക്തത്വമായി നിന്റെ ജീവിതത്തിനകത്ത് നിറവേറ്റാനാ ഈ അവസ്ഥകളിലൂടെ ഒക്കെ കടത്തി വിട്ടത്. പൗലോസ്, നിനക്ക് നല്ലവണ്ണം അറിയാം, നിനക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നാട്ട്. ഹല്ലേലൂയ. നോക്കിയേ, 3 മാസം കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, 9-ാം വാക്യം നോക്കിയേ. ഇത് സംഭവിച്ച ശേഷം മറ്റ് ദീനക്കാരും വന്നു. കണ്ടോ, വിറകെല്ലാം കത്താൻ തുടങ്ങി. വിറകെല്ലാം സുവിശേഷത്തിൻ്റെ വക്താവായി മാറാൻ തുടങ്ങി, ദൈവമക്കളായി മാറാൻ തുടങ്ങി. പൗലോസ് അകത്തോട്ടൊന്ന് കയറി, ബാക്കി എല്ലാവരും വെളിയിൽ നിൽക്കുക. എടാ, ഞാൻ പറഞ്ഞ ആലോചന നീ ഒന്നും കേട്ടില്ലേ? കണ്ടോ, എന്നെ ഇപ്പോൾ ദൈവം ഇരുത്തിയേക്കുന്നുണ്ടോ? പുബ്ലിയോസിൻ്റെ വീട്ടിലെ അകത്തെ മേശപ്പുറത്ത് എനിക്ക് മാത്രമേ ഉള്ള അവസരം. ഇതാ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഒരു കപ്പലിൽ സകലതും പ്രതീക്ഷയോടുകൂടാ അവർ ചിലത് ആരംഭിച്ചതില്ലേ? പക്ഷേ ചില അനുസരണക്കേട് നിമിത്തം, ചില ദൈവാലോചന അനുസരിക്കാതിരുന്ന നിമിത്തം ആ കപ്പൽ തകർന്നു. പക്ഷേ ഹല്ലേലൂയ, പൗലോസ് എന്ന് പറയുന്ന ഒറ്റ ദൈവമനുഷ്യൻ നിമിത്തം, പൗലോസ് എന്ന് പറയുന്ന ഒറ്റ ദൈവമനുഷ്യൻ നിമിത്തം സകലതും എന്തൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ ആത്മാവിൽ പറയുക, ഇന്നലകളിൽ നിന്റെ ചില കുറവുകൾ നിമിത്തം നഷ്ടപ്പെട്ട ചിലത് പരിശുദ്ധാത്മാ നിനക്ക് ഇരട്ടിയായിട്ട് മടക്കി തരാൻ പോകും. നിനക്ക് മാത്രമല്ല, നീ ദൈവത്തെ അനുസരിച്ചു, പക്ഷേ വേറെ നിന്റെ കൂടെയുള്ള ചിലർ ദൈവത്തെ അനുസരിക്കാതിരുന്ന നിമിത്തം കണ്ടോ, അടുത്തൊരു കപ്പലിനകത്ത് അവരെവിടെത്തി? റോമയിലെത്തി. പൗലോസിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ വാക്തത്വം, ഹല്ലേലൂയ, പ്രതിസന്ധികൾ, മരണങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ആപത്തുകൾ പലത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച് നിങ്ങൾ പുറകോട്ടൊന്ന് റിവ്യൂ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ നല്ല താല്പര്യങ്ങൾ സ്വർഗ്ഗം നിറവേറ്റും. ഗോഡ് ബ്ലസ് യു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിൻ്റെ ഒരു പര്യവസാനം ഞങ്ങൾക്ക് കാണാനിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ വാക്തത്വങ്ങളായിട്ട് ഞങ്ങൾക്ക് മടക്കി തന്നു. ഇത് നിറവേറ്റുന്ന പിശാച് ആമേൻ കുടിക്കത്തില്ല, കഴിക്കത്തില്ലെന്നുള്ള കഠിന ശപഥം ചെയ്ത് ഞങ്ങളെ തകർക്കാനായിട്ട് 14 ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രങ്ങളെ, ചന്ദ്രനെ കാണാതെ ആമേൻ വല്ലാത്ത കൊടുങ്കാറ്റടിപ്പിച്ച് കടലിൽ മുക്കിക്കളയുമെന്നുള്ള രീതിയിലുള്ള പ്രതികൂലങ്ങൾ വന്നിട്ടും ദൈവത്തിൻ്റെ വാക്തത്വ നിവൃത്തിയിലേക്കൊരു ദൈവപുരുഷനെ ആരുടെയും പരസഹായമില്ലാതെ ദൈവാത്മാവിൻ്റെ സഹായത്താൽ എത്തിച്ചതുപോലെ ഞങ്ങളെ എത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് അവർ ഈ സന്ദേശം കേട്ടാലും ഈ സന്ദേശത്തിനകത്ത് ദൈവപ്രവൃത്തികൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരട്ടെ. ഇതിനകത്ത് വചനത്തിലെ വാക്തത്വങ്ങൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 97456000
23 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.